അപ്പോൾ നമ്മുടെ മോൺസ്റ്ററിന് കൂടെയാണ് ഞാൻ, മോൺസ്റ്റർ നോറ. ആക്ച്വലി ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് നോറ മുസ്കാൻ ഞാൻ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോറയോട് അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് ക്ലാരിറ്റി വേണമെന്ന് ഞാൻ നോറയോട് പറഞ്ഞു. അത് പേഴ്സണൽ തിങ് കേട്ടോ. അതിൽ നോറ എനിക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റി തന്നു. ഓക്കെ, അപ്പോൾ ഇനി അതവിടെ ഡ്രോപ്പ് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. ആ വീഡിയോ കണ്ടവരുണ്ടാവും എൻ്റെ ചാനലിനകത്ത്. അപ്പോൾ അത് ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. അത് വെരി പേഴ്സണൽ തിങ് ആണ്. അപ്പോൾ അങ്ങനെ അവിടെ തന്നെ നിന്നോട്ടെ. ഇപ്പോഴത്തെ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ബിഗ് ബോസ് ഹൗസിനകത്താണെങ്കിലും ഇപ്പോൾ ഈ ഏതെങ്കിലും വിഷ്വൽസ് കാണുമ്പോൾ എനിക്കും ഒരു ക്ലാരിറ്റി കമ്മി ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു എൻ്റെ വീട്. ഞാൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നില്ലേ, ഈ മറ്റേ വീട് വെച്ചതിന്റെ സംഗതി സോഷ്യൽ മീഡിയ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും 70 ലക്ഷം 75 ലക്ഷം ഞാൻ അങ്ങനെ പറയുള്ളൂ. 70 ലക്ഷം 75 ലക്ഷം എന്നൊക്കെ പറയും. ഞാനിപ്പോ നോക്കുമ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഈ സാധനം ഭയങ്കരമായിട്ട് ഈ ജാങ്കോ സ്പേസിന് കൊടുത്ത ഇന്റർവ്യൂ അതിനകത്ത് ഈ സാധനം വന്നു. അതിനുശേഷം കുറേ പേര് ഇതിനകത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക അവരുടെ ഒരു പെർസ്പെക്റ്റീവ് കാണും. കാരണം നമ്മുടെ നോറ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു മോർണിംഗ് ടാസ്കിൽ ഈ വീടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു എമൗണ്ടിന്റെ കാര്യം വീടും പറയുന്നു. പിന്നെ ജാങ്കോ സ്പേസിൽ പറഞ്ഞ സമയത്ത് അത് ചിട്ടി ഫിനാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, KSF എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേ ഒരു ക്ലാരിറ്റി കമ്മി ഈവൻ വീടിന്റെ അകത്തുനിന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം. ഈ ആദ്യം ഉമ്മാന്റെ പേരിലായിരുന്നു വീട് മറ്റേ പറയുന്നത് അപ്പൊ ഇത് സംഗതി വേറൊന്നുമല്ല. ഞാനിപ്പോ ഇത് നോറയോട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ പേരിന് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഇതിന്റെ പേരിൽ ഇന്ന് രാവിലെ ഞാൻ കണ്ടെന്താ അറിയോ, ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് ഫാമിലിനെ പോകണം. പോകുന്നത് എങ്ങനെയാ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ വാങ്ങി ഉണ്ടാക്കിയ ഒരു വീടിനോട് താല്പര്യമില്ലാത്ത ഉപ്പ സോഷ്യൽ മീഡിയയിൽ തന്നെ കയറി വരുന്നു. നോറയുടെ ഒരു ക്ലാരിറ്റി തരും. ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യും. സംഭവം എന്താ വെച്ചാല് എന്റെ സോഴ്സ് ഓഫ് ഇൻകം സ്ട്രീമിങ്ങും സോഷ്യൽ മീഡിയയും അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഞാനിപ്പം എന്താ പറയാ എല്ലാതെ ഇങ്ങനെ ചിട്ടെടുത്ത് ഇതാക്കുകയാണെങ്കിൽ അത് ഞാൻ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ എന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്, ഇതാണ്. അപ്പൊ ഞാൻ ഈ പോയിന്റ് പറയുമ്പോൾ ചിലർക്ക് അത് ക്ലിയർ ആവുന്നില്ല. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് വലുതായി പോകുന്നു. ഇതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പം വീട്ടുകാര് കേറാത്തതിന്റെ കാര്യം വെച്ചിട്ട് പപ്പക്ക് ഈ ഒരു ഇതൊന്നും ആദ്യം ഇഷ്ടമല്ലായിരുന്നു. അവർ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ പിന്നെ ബിഗ് ബോസിൽ വന്നതും. ഇപ്പൊ തന്നെ എന്നോട് പറഞ്ഞാൽ എന്താ പറയുക, തിരിച്ചു ചെന്നിട്ട് ഈ സിനിമയിലേക്ക് അഭിനയിച്ചാൽ അവര് ഭയങ്കര പ്രോഗ്രസ്ഡ് മൈൻഡായി. ഓക്കെ, ഞാൻ അവിടെ പറയുന്ന എന്റെ പാസ്റ്റും നടന്നുകൊണ്ടിരിക്കുന്ന പ്രസന്റും ആണ്. അത് മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം, നോറ വീട് എടുത്ത ടൈമിൽ നോറ പറഞ്ഞത് ആ ടൈമിൽ നോറയ്ക്ക് എന്താണ് ഈ പറഞ്ഞ ഇൻകം ഇല്ല, ചിട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ പിന്നെ അത് അടച്ചു വീട്ടിൽ സോഴ്സ് ഓഫ് ഇൻകം സോഷ്യൽ മീഡിയ സ്ട്രീമിംഗ് ആണ്. ആൻഡ് ബൈ ദ വേ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ടാങ്കോ ആപ്പിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇവരെ റിലേറ്റഡ് അല്ലാതെ ആ ഒരു ആപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ അന്ന് ചെയ്തപ്പോൾ പറഞ്ഞത് ബിവെയർ, നിങ്ങൾ ബിവെയർ ആയിക്കോ, ചില കാര്യങ്ങളൊക്കെ ടാങ്കോയിൽ വളരെ മോശമായിട്ടുണ്ട്. പക്ഷേ നോറയോ ജാസ്മിനോ ടാങ്കോ ആപ്പിൽ അങ്ങനെ ഒരു സംഗതിയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വീഡിയോസോ അല്ല ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും അത് ഈ കാര്യത്തിൽ പറയാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ചിലരുടെ വീഡിയോ കാണുമ്പോൾ എന്താ അറിയോ, ടാങ്കോ ആപ്പിനകത്ത് ചെയ്തിട്ടല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് നിങ്ങൾ ആപ്പ് ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ അതിനകത്ത് മറ്റേ എല്ലാ കുറെ സാധനങ്ങളുണ്ട്. അതായത് നമുക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളടക്കം ആപ്പിന്റെ ഡിസ്ക്രിപ്ഷനിലകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആ ആപ്പിലിരിക്കുന്ന നമ്മളൊക്കെ ഇപ്പൊ ആ സാധനങ്ങൾ ചെയ്തിരിക്കുന്നവരാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ലാരിറ്റി കമ്മി ഉള്ളത് കൊണ്ടാണ് ഈ വിഷയം സംഭവിച്ചത്. സോ നോറയുടെ കേസിലാണെങ്കിലും ഇപ്പൊ വീടിന്റെ കേസിലാണെങ്കിലും ആ ക്ലാരിറ്റി കമ്മി ഇനി മാക്സിമം വേണ്ട. എന്താണ് നോറേന്റെ വീട് എടുത്ത് നോറേന്റെ വീട്ടിലാണ്, നോറ സമാധാനം, നോറ വീട്ടുകാർ ഹാപ്പിയാണ്. അതെ, ബാക്കി നാട്ടുകാർക്ക് അത്രേ ചോദിക്കാറോ. ഓക്കെ, ബൈ.